സോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ഫൊറിയർ ഇൻ്റഗ്രൽ, അതായത് ഫൊറിയർ ഇൻ്റഗ്രൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം. സോ ഫൊറിയർ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം അതിലെല്ലാം ഒരു ഫംഗ്ഷൻ നമുക്ക് തരും, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് എക്സ് ആവാം, ചിലപ്പോൾ അത് സൈൻ എക്സ് ആവാം, ചിലപ്പോൾ അത് ഇ റേസ് ടു എക്സ് ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എ ആവാം, അല്ലെങ്കിൽ ഇതുപോലെ തരാം. ഒരു കണ്ടീഷനായിരിക്കും തരുന്നത്, 5/2 mod x ലെസ് ദാൻ 1, 0 mod x ഗ്രേറ്റർ ദാൻ 1, ഇങ്ങനെയായിരിക്കും നമുക്ക് തരുന്നത്. അതായത് നമ്മളൊരു ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എക്സ് ആവാം, അല്ലെങ്കിൽ സൈൻ എക്സ് ആവാം, ഇ റേസ് ടു എക്സ് ആവാം, എ ആവാം, അല്ലെങ്കിൽ ഇതുപോലൊരു കണ്ടീഷൻ ആവാം. എങ്കിൽ നമ്മളെങ്ങനെ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടെത്തും, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ഫൊറിയർ ഇൻ്റഗ്രലിനെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ എഫ് ഐ എന്ന് എഴുതാം. ഫൊറിയർ ഇൻ്റഗ്രലിന് ഞാൻ സിമ്പിളായിട്ട് എഫ് ഐ എന്ന് എഴുതാം. എഫ് ഐ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഐ കണ്ടുപിടിക്കാൻ, അതായത് ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫൊറിയർ ഇൻ്റഗ്രൽ എന്നാണ് പറയുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട്, ഒരു ഇൻ്റഗ്രൽ ഉണ്ട്. സോ ഇൻ്റഗ്രൽ. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷന് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഫംഗ്ഷന് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റും തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മുടെ ഇൻ്റഗ്രലിൽ എന്തുണ്ട്, ഒരു ലിമിറ്റുണ്ട്, 0 to ∞. ഇനി എന്ത് ഇൻ്റഗ്രലിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫൊറിയർ ഇൻ്റഗ്രൽ അല്ലേ. എന്ത് ഇൻ്റഗ്രലാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഫൊറിയർ ഇൻ്റഗ്രൽ. അപ്പോൾ ഫൊറിയർ എന്ന് നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. നിങ്ങൾ ഫൊറിയർ എന്ന് ഓൾറെഡി കേട്ട് കാണും, ഫൊറിയർ സീരീസിൻ്റെ രൂപത്തിൽ. ഓക്കെ, നിങ്ങൾ ഫൊറിയർ സീരീസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഫൊറിയർ സീരീസിൽ ഒരു സൈൻ ടേമും കാണും, ഒരു കൊസൈൻ ടേമും കാണും അല്ലേ. ഫൊറിയർ സീരീസിൽ ഒരു സൈൻ ടേമും കാണും, ഒരു കൊസൈൻ ടേമും കാണും. അതേപോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു കൊസൈൻ ടേമും ഉണ്ട്, ഒരു സൈൻ ടേമും ഉണ്ട്. ഓക്കെ, ഒരു കൊസൈൻ ടേമും ഉണ്ട്, ഒരു സൈൻ ടേമും ഉണ്ട്. സോ എന്താണ് കൊസൈൻ ടേം എന്ന് നോക്കാം. എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ്. എന്താണ് സൈൻ ടേം എന്ന് നോക്കാം. പി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. രണ്ടിനെ ഒരു ബ്രാക്കറ്റിൽ ഇടുക, ഡി ഒമേഗ. സോ നമ്മുടെ ഫോർമുല കിട്ടി. ഒരു ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടെത്താനാണ് പറയുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു ഇൻ്റഗ്രൽ പാർട്ടുണ്ട്, അതറിയാം, ഒരു ലിമിറ്റ് പാർട്ടുണ്ട്, അതറിയാം, 0 to ∞. ഇനി ഫൊറിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൊറിയറിൽ ഒരു സൈൻ ടേമും ഉണ്ട്, ഒരു കൊസൈൻ ടേമും ഉണ്ട്. സോ കൊസൈൻ ടേം, സൈൻ ടേം. എന്താണ് കൊസൈൻ ടേം, എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ്. എന്താണ് സൈൻ ടേം, ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡി ഒമേഗയ്ക്ക് വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ എ ഒമേഗയുണ്ട്, ബി ഒമേഗയുണ്ട് അല്ലേ. എ ഒമേഗയുണ്ട്, ബി ഒമേഗയുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എ ഒമേഗേനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഫൊറിയർ കൊസൈൻ കോഎഫിഷ്യൻറ്റ്. ഫൊറിയർ കൊസൈൻ കോഎഫിഷ്യൻറ്റ്. ബി ഓഫ് ഒമേഗേനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഫൊറിയർ സൈൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫൊറിയർ കൊസൈൻ കോഎഫിഷ്യൻറ്റ്, ഇത് ഫൊറിയർ സൈൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, എങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്ക് ഈ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് കണ്ടെത്താനായിട്ട് നമ്മൾ എന്തെഴുതി, എ ഒമേഗ കോസ് ഒമേഗ എക്സ് എന്നും ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് എന്നും എഴുതി അല്ലേ. അപ്പോൾ എ ഓഫ് ഒമേഗ കണ്ടെത്താൻ നിങ്ങൾ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് എന്ന് എഴുതുക. ഓക്കെ, എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് എന്ന് എഴുതുക. ബി ഓഫ് ഒമേഗ കണ്ടെത്താൻ എന്ത് എഴുതുക, എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് എന്ന് എഴുതുക. അതായത് നിങ്ങൾ ഇവിടെ സ്വിച്ച് ചെയ്യുക അല്ലേ. എഫ് ഓഫ് എക്സ് കണ്ടെത്താൻ എ ഒമേഗ കോസ് ഒമേഗ എക്സ്, അപ്പോൾ എ ഓഫ് ഒമേഗ കണ്ടെത്താൻ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ്. ബി ഓഫ് ഒമേഗ കണ്ടെത്താൻ എന്ത് ചെയ്യണം,
എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ്. അതായത് എഫ് ഓഫ് എക്സ് കണ്ടെത്താൻ ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഉപയോഗിച്ചതുപോലെ ബി ഒമേഗ കണ്ടെത്താൻ എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ഇൻ്റഗ്രലുണ്ട്. എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ ചെയ്യണ പോലെ ഇവിടെ എന്തുണ്ട്? ഇൻ്റഗ്രലുണ്ട്. പക്ഷേ ലിമിറ്റ് -∞ to ∞ ആയിരിക്കും. രണ്ടുപേർക്കും ലിമിറ്റ് -∞ to ∞ ആയിരിക്കും. 1/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആണ്. അതായത് നമുക്ക് വേണ്ട ഉത്തരം എക്സിൻ്റെ രൂപത്തിലാണ്. സോ നമ്മളിവിടെ ഡി ഒമേഗ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാണ്, ഇവിടെ എ ഓഫ് ഒമേഗയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം ഏതിൻ്റെ രൂപത്തിൽ വേണം? ഒമേഗയുടെ രൂപത്തിൽ വേണം. സോ ഒമേഗയുടെ രൂപത്തിൽ വേണമെങ്കിൽ ആരെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡി എക്സ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ രൂപത്തിലായിരിക്കും നമുക്കൊരു ആൻസർ കിട്ടുന്നത് അല്ലേ? സോ ഡി ഒമേഗ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ എന്താണ്? ഒമേഗയുടെ രൂപത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഡി എക്സ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രലിൽ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം എഫ് ഓഫ് എക്സ് തരും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് തരുമെങ്കിൽ ആ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണോ ഈവൻ ഫംഗ്ഷനാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണോ ഈവൻ ഫംഗ്ഷനാണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓഡ് ഫംഗ്ഷൻ ആയാലും ഈവൻ ഫംഗ്ഷൻ ആയാലും അത് എക്സിസ്റ്റ് ചെയ്യണത് -L to L ഈ ഒരു ഇൻ്റർവെല്ലിലായിരിക്കണം. -L to L ഈ ഒരു ഇൻ്റർവെല്ലിലായിരിക്കണം. അതായത് ഞാനിപ്പോൾ ഇത് ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക. ഇത് -L, ഇത് +L. ഓക്കെ, അപ്പോൾ നടുക്ക് 0. അതായത് ഇതിൻ്റെ ഒരു മിറർ ഇമേജ് അല്ലേ ഇത്? അതായത് ഈ പാർട്ടിൻ്റെ ഒരു മിറർ ഇമേജാണ് ഈ പാർട്ട്. അപ്പോൾ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? സിമെട്രി എക്സിസ്റ്റ് ചെയ്യും. സോ സിമെട്രി ഉള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എന്ന് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ -π x π ഇവിടെ സിമെട്രി ഉണ്ടോ? വരച്ച് നോക്കുക. ഇത് +π, ഇത് -π, ഇത് 0. ഓക്കെ, സോ ഇതിൻ്റെ ഒരു മിറർ ഇമേജ് തന്നെയാണ് ഇത് അല്ലേ? സോ ഇവിടെ സിമെട്രി എക്സിസ്റ്റ് ചെയ്യണുണ്ട്. അതേസമയം -3π x π ഇവിടെ സിമെട്രി ഉണ്ടോ? ഇത് 0 to π, ഇത് -3π. അതായത് ഈ ഡിസ്റ്റൻസ് L ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 3L ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെ സിമെട്രി ഉണ്ടോ? ഇല്ല, അൺഈവൻ ലെൻസാണ്. ഇവിടുത്തെ നോക്കിയാണ് ഈവൻ ലെൻസാണ് അല്ലേ? ലെന്ത് ഈക്വലാണ്, രണ്ട് സൈഡിൽ ലെന്ത് ഈക്വലാണ് അല്ലേ? അതേസമയം ഇവിടെ നോക്കിയാണ് ഇവിടുത്തെ 3 times ആണ് ഈ ലെന്ത്. ഓക്കെ, അതുകൊണ്ട് എന്തല്ല? സിമെട്രി അല്ല, നോ സിമെട്രി. ഈ പാർട്ടിൽ സിമെട്രി ഇല്ല, ഈ പാർട്ടിൽ സിമെട്രി ഉണ്ട്. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എക്സ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ എഫ് ഓഫ് -x കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് -x കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് -x എന്തായിരിക്കും? -x ആയിരിക്കും അല്ലേ? എങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. -1 × x എന്ന് എഴുതിക്കൂടെ? -1 × x എന്ന് എഴുതിക്കൂടെ? ഓൾറെഡി എക്സ് എന്തരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? സോ ഇവിടെ എന്തെന്ന് എഴുതാം? -1 × എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് -f of x. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് -x എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് -x ഈസ് ഈക്വൽ ടു -f of x. ഈ കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണ്. എക്സാമ്പിൾ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, വേറൊരു കേസ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. ഇത് കാണുമ്പോഴേ അറിയാം എന്താണ്? എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം
1 ആയിട്ട് തന്നെ ഇരിക്കും അല്ലേ. സോ എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് കിട്ടി. എന്ത് കിട്ടി? എക്സാമ്പിൾ ഒരു കോൺസ്റ്റൻറ്റ്, അപ്പോൾ എ എന്ന് ഞാൻ കൊടുക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ്സ് എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും, എക്സ് എപ്പോഴും ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എങ്കിൽ ഒരു കേസ് കൂടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എഫ് ഓഫ് എക്സും എക്സ് സ്ക്വയർ ആണ്, എഫ് ഓഫ് മൈനസ് എക്സും എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങളിവിടെ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓഡ് പവർ ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷനാണ്, ഈവൻ പവർ ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് ക്യൂബ് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ. എക്സ് റൈസ് ടു 4 എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ. അടുത്തത് ഒരു 2 കേസ് കൂടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെന്ന് വിചാരിച്ചോ. എങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? സൈൻ മൈനസ് എക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ മൈനസ് തീറ്റ ഈക്വൽ മൈനസ് സൈൻ തീറ്റ അല്ലേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, മൈനസ് സൈൻ എക്സ്, പക്ഷേ സൈൻ എക്സ് എന്താണെന്ന് അറിയാം, സൈൻ എക്സ് എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ കണ്ടീഷൻ നോക്കിയാണ് എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ സൈൻ എക്സ് എന്തായിരിക്കും? ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എങ്കിൽ കോസ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അത് ഞാൻ ചെയ്യുന്നില്ല. കോസ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ കണ്ടെത്താമെന്ന് പഠിച്ചു. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ, എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ. എക്സാമ്പിൾസും നോക്കി വെച്ചേക്കുക. ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു? -L to L ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് സിമട്രി കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ നോക്കി ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കരുത്, അതിൻ്റെ സിമട്രിയും കൂടെ നോക്കണം. -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -L ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു L. അപ്പോൾ ഈ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ ഇവിടെ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എടുക്കുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ a ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എ ഓഫ് ഒമേഗ 0 ആയിരിക്കും, ബി ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ കാണും. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എ ഓഫ് ഒമേഗ 0 ആയിരിക്കും, ബി ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ കാണും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ ബി ഓഫ് ഒമേഗ 0 ആയിരിക്കും, എ ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ കാണും. സോ നമുക്ക് എങ്ങനെ ബി ഓഫ് ഒമേഗ കണ്ടെത്താമെന്ന് നോക്കാം. ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല അറിയാം. -∞ to ∞, ഫ്രണ്ടിൽ ഒരു 1/π ഉണ്ട്. എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. എന്തുകൊണ്ട്? നമുക്ക് ഒമേഗയിലാണ് ആൻസർ വേണ്ടത്. സോ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുണ്ടെന്ന് നമ്മൾ തെളിയിച്ച്, ഇവിടെ സിമട്രി ഉണ്ടെന്ന് തെളിയിച്ചല്ലേ. ഇവിടെ സിമട്രി ഉണ്ടെന്ന് തെളിയിച്ച്. സോ സിമട്രി ഉണ്ടെന്ന് തെളിയിച്ചതുകൊണ്ട് നമുക്ക് -∞ to ∞ വരെ പോകണ്ട, 0 to ∞ വരെ പോയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 0 to ∞ വരെ പോയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, എങ്കിൽ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടും? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? നമുക്ക് എഫ് ഓഫ് എക്സ് എ ഓഫ് ഒമേഗ 0 ആണെന്ന് തെളിയിച്ചു. അപ്പോൾ ഈ പാർട്ട് എന്തില്ല? ഈ പാർട്ട് എക്സിസ്റ്റ് ചെയ്യണില്ല. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to ∞ ബി ഓഫ് ഒമേഗ
സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതിനെയാണ് നമ്മൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, FSI, ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. സോ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ FSI കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? f of x is equal to b of integral 0 to infinity b of omega sin omega x d omega, where b of omega എന്തായിരിക്കും? 2 times 1 pi into integral 0 to infinity f of x sin omega x dx. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ നമ്മൾ ഈവൻ ഫംഗ്ഷൻ്റെ കേസിൽ a ഒമേഗ കണ്ടുപിടിക്കാം. a of omega 2 pi ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി f of x തന്നെ. പക്ഷേ സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് ഒമേഗ, സൈൻ ഒമേഗ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of x എങ്ങനെ കണ്ടുപിടിക്കാം? f of xൽ b of omega 0 ആണെന്ന് തെളിയിച്ചല്ലേ? b of omega 0. അപ്പോൾ ഈ പാർട്ട് അവിടെ ഇല്ല, അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? a of omega മാത്രം. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a of omega കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എന്തുകൊണ്ട്? നമ്മളെ ആൻസർ വേണ്ടത് എക്സിൻ്റെ രൂപത്തിലാണ്. സോ ഡി ഒമേഗ കൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് f of x is equal to 1 mod x less than 1 0 mod x greater than 1. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സോ നമുക്ക് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഗോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക. നമ്മുടെ ഫസ്റ്റ് ഗോള് എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സെക്കൻഡ് ഗോള് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. മൂന്നാമത്തത് നമ്മുടെ ഷോ ദാറ്റ് പാർട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടെത്തുക, സെക്കൻഡ് എഫ് ഓഫ് എക്സ് കണ്ടെത്തുക, തേർഡ് ഷോ ദാറ്റ് പാർട്ട് കണ്ടെത്തുക. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇവിടെ എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 ഫോർ mod x ലെസ് ദാൻ 1 0 ഫോർ mod x ഗ്രേറ്റർ ദാൻ 1. ഇതിൻ്റെ ലെക്ചർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ mod x ലെസ് ദാൻ 1ൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഈ mod x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റീജിയനിൽ പെടാത്തത്. സോ അതർവൈസ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, എഫ് ഓഫ് എക്സ് 1 എന്ന് എടുക്കുക. സോ എഫ് ഓഫ് എക്സ് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചാണ്. എഫ് ഓഫ് എക്സ് 1 ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 1 ഒരിക്കലും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല അല്ലേ? എക്സ് എന്തായാലും ഈ 1ന് ബാധകമല്ല, കാരണം 1 ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മുടെ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? അതും 1 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ? സോ ഇതിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇതൊരു ഈവൻ ഫംഗ്ഷനാണ് അല്ലേ? ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ഒമേഗ 0 ആയിരിക്കും, എ ഓഫ് ഒമേഗ അതിനൊരു ആൻസർ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്താണ് തെളിയിച്ചിരിക്കുന്നത്? നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് ലിമിറ്റിൽ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണെന്ന് നമ്മൾ തെളിയിച്ചു. എങ്കിൽ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ഒമേഗ 0 ആയിരിക്കും, എ ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം, എ ഓഫ് ഒമേഗയുടെ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. 1/π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സോ നമുക്ക് ആ ഫോർമുല ഇവിടെ കോപ്പി ചെയ്യാം. എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെയാണ്? -∞ ടു ഇൻഫിനിറ്റി ആണ് അല്ലേ? സോ -∞ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അതൊരു ലൈനായിട്ട് വരയ്ക്കുക.
മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഇത് മൈനസ് ഇൻഫിനിറ്റി ഇത് ഒരു 0 അല്ലേ. എങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ്. മോഡ് എക്സ് ലെസ് ദാൻ 1ൻ്റെ മീനിങ് എന്താണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നല്ലേ. സോ നമുക്കതവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ട റീജിയൻ എന്താണ്? -1 to 1 ആണ്. ഓക്കെ, -1 to 1 ആണ്. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞ് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്നല്ലേ. ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. സോ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 to 1 വരെ കണ്ടുപിടിക്കുക, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മളൊരു ഈവൻ ഫംഗ്ഷനാണെന്ന് തെളിയിച്ചതുകൊണ്ട് നമുക്ക് -1 to 1 വരെ ഇൻ്റഗ്രൽ എഴുതേണ്ട കാര്യമില്ല. 0 to 1 വരെ അതിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഫോർമുല എന്തായിട്ട് മാറും? ഈ ഫോർമുല 2/π -∞ to ∞ വേണ്ട, നമുക്ക് 0 to ∞, അതായത് 0 to 1 വരെ മതി. എഫ് ഓഫ് എക്സ് എന്താണ് ഈ റീജിയനിൽ? 1 cos ωx dx which is equal to 2/π integral 0 to 1 cos ωx dx. ഓക്കെ, integral 2/π integral 0 to 1 cos ωx dx. നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം cos ax dxൻ്റെ ഇൻ്റഗ്രൽ sin ax/a ആണ്. cos ax dxൻ്റെ ഇൻ്റഗ്രൽ sin ax/a ആണ്. എങ്കിൽ cos ωx dxൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? cos ωx dxൻ്റെ ഇൻ്റഗ്രൽ sin ωx/ω എന്നായിരിക്കും. ഓക്കെ, ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരാം? 0 to 1 അല്ലേ. 0 to 1. അപ്പോൾ ഹയർ ലിമിറ്റ് ഏതാണ്? 1, ലോവർ ലിമിറ്റ് 0. അപ്പോൾ ഹയർ മൈനസ് ലോവർ എന്നാണ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2/π sin ω ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1/ω മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. sin ω ഇൻറ്റു 0 തന്നെയാണ് അല്ലേ. ω ഇൻറ്റു 0/ω. നമുക്കറിയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് sin 0 എന്താണ്? 0. അപ്പോൾ ഈ ഹോൾ പാർട്ട് എന്താവും? 0 ആയിട്ട് മാറും. സോ 2/π sin ω/ω. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഷോ ദാറ്റ് പാർട്ടിൽ ഒരു sin ω/ω ഉണ്ട്. നമുക്ക് കിട്ടിയ ആൻസറിലും sin ω/ω ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആൻസറിലോട്ട് കറക്റ്റായിട്ട് എത്തുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഗോള് A of ω B of ω കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ A of ω നമുക്കറിയായിരുന്നു, ആൻസർ കാണും. B of ω 0 ആണ്, കാരണം ഇതൊരു ഈവൻ ഫംഗ്ഷനാണ് നമ്മൾ തെളിയിച്ചു അല്ലേ. എങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എഫ് ഓഫ് എക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ 0 to ∞ Aω cos ωx പ്ലസ് Bω sin ωx അല്ലേ. പക്ഷേ ഈ Bω എന്താണെന്ന് തെളിയിച്ചു? 0 ആണെന്ന് തെളിയിച്ചു. അപ്പോൾ ഈ ഹോൾ പാർട്ട് ഉണ്ടോ? ഇല്ല. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ ഒക്കെ തന്നെ Aω cos ωx പ്ലസ്, ഞാൻ പറഞ്ഞു Bω ഇല്ലാത്തത് കൊണ്ട് ഈ പാർട്ട് നമുക്കില്ല. സോ അതിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 0 dω = ഇൻ്റഗ്രൽ 0 to ∞. നമുക്ക് ഓൾറെഡി Aω കണ്ടുപിടിച്ചു അല്ലേ. 2/π sin ω/ω cos ωx dω. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഫ് ഓഫ് എക്സ് എന്തെന്ന് കിട്ടി? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ 2/π sin ω/ω cos ωx dω. ഇനി ശ്രദ്ധിക്കേണ്ടത് 2/π ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമുക്കത് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ 2/π കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2/π ഇൻ്റഗ്രൽ 0 to ∞ sin ω/ω cos ωx dω. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പാർട്ടുണ്ടല്ലോ, നമുക്ക് ഈ ഒരു പാർട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. അതായത് ഈ ഒരു പാർട്ട് എഫ് ഓഫ് എക്സിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സൈഡിൽ കൊടുക്കുമ്പോൾ തിരിഞ്ഞു വരും അല്ലേ. ദാറ്റ് ഈസ് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ sin ω/ω cos ωx dω. പക്ഷേ
നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്താണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ് അല്ലേ. അപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 അതർവൈസ് അല്ലേ, 0 അതർവൈസ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ നമ്മളെത്തി. സോ ഇതുവരെ നമ്മൾ എത്തി. സോ കുറച്ച് നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി ഒരു കാര്യം ചെയ്യുക, നമ്മൾ എഫ് ഓഫ് എക്സ് എന്തെന്നാണ് എടുത്തിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് 1 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് എഴുതാം. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 ഓക്കെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഷോ ദാറ്റ് പാർട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഷോ ദാറ്റ് പാർട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഇവിടെ കോസ് ഒമേഗ എക്സ് ഇല്ല അല്ലേ. ഇവിടെ കോസ് ഒമേഗ എക്സ് ഉണ്ട്, പക്ഷേ ഇവിടെ കോസ് ഒമേഗ എക്സ് ഇല്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. എഫ് ഓഫ് എക്സ് 1 ആണെന്ന് അറിയാമല്ലോ. എഫ് ഓഫ് എക്സ് 1 ആണെങ്കിൽ എക്സിന് നിങ്ങൾ 0 ഇട്ട് നോക്കുക. എക്സിന് 0 ഇട്ട് കൊടുത്താലും എഫ് ഓഫ് 0 എന്ത് തന്നെയാണ്? 1 ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സിന് 1 ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് എന്ത് വാല്യൂ ആയാലും ആൻസർ 1 തന്നെയാണ്. ഓക്കെ, സോ നമുക്കിവിടെ എഴുതാം പുട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് സൈൻ ഒമേഗ ബൈ ഒമേഗ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ കോസ് ഒമേഗ ഇൻറ്റു 0, എനി നമ്പർ ഇൻറ്റു 0 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ കോസ് 0 എന്ന് വരും. ഇവിടെ π/2 ഇൻറ്റു, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഫംഗ്ഷൻ്റെ ആൻസർ 1 ആയതുകൊണ്ട് എക്സിന് എന്ത് വാല്യൂ വന്നാലും 1 തന്നെയായിരിക്കും അല്ലേ. ഇനി ഇത് നമുക്ക് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ കോസ് 0 എന്താണെന്ന് നോക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോസ് 0 1 ആണ് അല്ലേ. കോസ് 0 1 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു 1 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2. സോ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി π/2. ഓക്കെ, സോ നമ്മൾ ഷോ ദാറ്റ് പാർട്ട് നമ്മൾ തെളിയിച്ചു. സോ ഇതിൽ ഒരു പാർട്ട് മിസ്സിംഗ് ആണ്. അതായത് മോഡ് എക്സ് ലെസ് ദാൻ 1 ഞാൻ എന്തെന്ന് പറഞ്ഞു? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇവിടെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അതർവൈസ്. പക്ഷേ ഇവിടെ എക്സ് ഈക്വൽ ടു 1ന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എന്താണ് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അതുകൂടെ നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് ഫോർമുല ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് എക്സ് മൈനസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. ഓക്കെ, സോ നമുക്കിനി അതൊക്കെ ഇവിടെ കണ്ടുപിടിക്കാം. സോ ആ നമ്പർ ലൈൻ ഞാൻ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. -∞ ടു ഇൻഫിനിറ്റി. അതിൽ നമ്മുടെ റേഞ്ച് വരുന്നത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. സോ അത് ഈ പോയിൻ്റാണ്, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് അതർവൈസ് അല്ലേ, 0 അതർവൈസ്. അപ്പോൾ ഈ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്നിടത്ത് വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുത്തെ വാല്യൂ 1, ഇവിടുത്തെ വാല്യൂ 1. അതർവൈസ് അത് ഒഴികെയുള്ള ബാക്കിയുള്ള പാർട്ടിൽ എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് കണ്ടുപിടിക്കുക. അത് എക്സ് ഈക്വൽ ടു 1, ഈ ഒരു പോയിൻ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിൻ്റും ഉണ്ട്, എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞൊരു എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് ഈക്വൽ ടു 1ൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് കണ്ടുപിടിക്കുക അല്ലേ. സോ എഫ് ഓഫ് എക്സ് പ്ലസ്
എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ്, അതായത് എക്സ് 1 ആണെങ്കിൽ 1ൽ നിന്ന് പോസിറ്റീവായിട്ട് പോവുക, 1ൽ നിന്ന് പോസിറ്റീവായിട്ട് പോവുക. അപ്പോൾ 1ൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് പോകുമ്പോൾ അവിടുത്തെ ആൻസർ എന്താണ്? 0. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 0. ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1ൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോവുക. എക്സ് ഈക്വൽ ടു 1ൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആണ്. ഇനി എഫ് ഓഫ് എക്സ് മൈനസ്, എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 1ൽ നിന്ന് നെഗറ്റീവ് സൈഡിലോട്ട് പോവുക. എക്സ് ഈക്വൽ ടു 1ൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എന്തെന്ന് അറിയാം നമുക്ക്? 0 ആണെന്നറിയാം. എഫ് ഓഫ് എക്സ് മൈനസ് എന്താണെന്നറിയാം? 1 ആണെന്നറിയാം, ബൈ 2. അപ്പോൾ ആൻസർ 1/2. ആൻസർ 1/2. ഓക്കെ, ആൻസർ 1/2. ഇനി എക്സ് ഈക്വൽ ടു -1 കൂടെ കണ്ടെത്താം. ഓക്കെ, അതിൻ്റെ ഫോർമുല എന്ത് തന്നെ? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2. ഓക്കെ, സോ ഈ കാര്യം നോക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ്, അതായത് -1ൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോവുക. അവിടുത്തെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ 1 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ്, -1ൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോവുക. അവിടുത്തെ വാല്യൂ 0 ആണെന്നറിയാം അല്ലേ? സോ 1 + 0/2 = 1/2. അപ്പോൾ അതിൻ്റെ മീനിങ് 2 ഒരേ ആൻസറാണ് നമുക്ക് കിട്ടിയത്. സോ എക്സ് ഈക്വൽ ടു +or-1ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഇൻ്റഗ്രൽ 0 to ∞ sin ω/ω cos ω(x) dω. cos ω(x) ആണ്. cos ω(x) dω is equal to π/2 into 1 for -1 less than x less than 1. പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ച ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് എക്സ് ഈക്വൽ ടു +or-1ന് 1/2, 0 അതർവൈസ്. ഈ π/2 അകത്തോട്ട് കയറ്റാം. അപ്പോൾ π/2 കയറ്റുമ്പോൾ π/2 -1 less than x less than 1, π/4 x ഈക്വൽ ടു +or-1, 0 അതർവൈസ്. സോ നമ്മുടെ ആൻസർ കിട്ടി. ഇൻ്റഗ്രൽ 0 to ∞ sin ω/ω cos ω(x) dω is equal to π/2 -1 less than x less than 1, π/4 x ഈക്വൽ ടു +or-1, 0 അതർവൈസ്. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയണത് ഫോറിയർ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ 0 to ∞ ω sin ω(x/k² + ω² dω എന്ന് പറയുന്നത് π/2 × e⁻kx ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ സൈൻ ω(x) ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, dω നോട്ട് ചെയ്ത് വയ്ക്കുക, ഇൻ്റഗ്രൽ 0 to ∞ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. സൈൻ ω(x), ഇൻ്റഗ്രൽ 0 to ∞, പിന്നെ നമ്മുടെ dω. ഈ 3 കാര്യങ്ങളും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ എഫ് ഓഫ് എക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എഫ് ഓഫ് എക്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ്റഗ്രൽ 0 to ∞ അവിടെ ഉണ്ട്, സൈൻ ω(x) ഉണ്ട്, dω ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ dω ഉണ്ട്, സൈൻ ω(x) ഉണ്ട്, ഇൻ്റഗ്രൽ 0 to ∞ ഉണ്ട്. ഓക്കെ, എങ്കിൽ ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിൽ എന്തുണ്ട്? ഇൻ്റഗ്രൽ 0 to ∞ ഉണ്ട്, സൈൻ ω(x) ഉണ്ട്, dω ഉണ്ട്. ആരില്ല? കോസ് ω(x) ഇല്ല അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. എങ്കിൽ എന്തൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് ബി ഓഫ് ഒമേഗ കണ്ടെത്തണം. ബി ഓഫ് ഒമേഗയുടെ ഫോർമുല എന്തായിട്ട് മാറും? 2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് സൈൻ ω(x) dx എന്ന് വരും. കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്തെന്ന് വരും? ഇൻ്റഗ്രൽ
0 to infinity b of omega sin omega x d omega. ഓക്കെ, സോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഒരു ഡി ഒമേഗ ഉണ്ട്, ഒരു സൈൻ ഒമേഗ എക്സ് ഉണ്ട്, ഒരു ഇൻ്റഗ്രലും ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇൻ്റഗ്രൽ 0 to infinity ഉണ്ട്, സൈൻ ഒമേഗ എക്സ് ഉണ്ട്, ഡി ഒമേഗ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഫുറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, എങ്കിൽ നമുക്ക് എന്താ കണ്ടെത്തണം? ബി ഓഫ് ഒമേഗയും കണ്ടെത്തണം, എഫ് ഓഫ് എക്സും കണ്ടെത്തണം. ഓക്കെ, സോ നമ്മുടെ ഗോൾ എന്താണ്? ഫസ്റ്റ് ഗോള് ബി ഓഫ് ഒമേഗ കണ്ടെത്തണം, കാരണം നമുക്ക് എ ഓഫ് ഒമേഗയുടെ ആവശ്യമില്ല. 2 എഫ് ഓഫ് എക്സ്, ഇവിടുത്തെ കേസിൽ അത് ഫുറിയർ സൈൻ ഇൻ്റഗ്രലാണ്. 3ാമത്തെ കേസ് നമ്മുടെ ഷോ ദാറ്റ് പാർട്ട്. സ്റ്റെപ്പ് 1 ബി ഓഫ് ഒമേഗ കണ്ടെത്തുക എന്നാണ്. അതിൻ്റെ ഫോർമുല 2/π ഇൻ്റഗ്രൽ 0 to infinity. ഇൻ്റഗ്രൽ 0 to infinity എന്താണ്? നമുക്കൊരു ഫംഗ്ഷൻ വേണം അല്ലേ? ഫംഗ്ഷൻ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ്. ഇവിടെ തന്നെ ഒരു π/2 പോലെ 2/π ഉണ്ട് അല്ലേ? എങ്കിൽ നമ്മുടെ ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനും കിട്ടി. നമ്മുടെ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ്. അപ്പോൾ ഒന്നുകൂടെ എഴുതാം, 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് കെ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇ റേസ് ടു മൈനസ് കെ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇതിൻ്റെ ഇൻ്റഗ്രലാണ് അല്ലേ? സോ ഇവിടെ സ്ക്രീനിൽ തന്നെ കാണാം, ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് എന്താണ്? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അതേസമയം ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് എന്താണ്? അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എയുടെ സ്ഥാനത്ത് ഇവിടെ മൈനസ് കെ ആണ്, അതേസമയം ബിയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗയാണ്. ഓക്കെ, സോ അതിൻ്റെ ഉത്തരം 2/π ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള ഉത്തരമാണ്. ഇ റേസ് ടു എയുടെ സ്ഥാനത്ത് എന്താണ്? എയുടെ സ്ഥാനത്ത് മൈനസ് കെയും ബിയുടെ സ്ഥാനത്ത് ഒമേഗയാണ് അല്ലേ? സോ ഇ റേസ് ടു മൈനസ് കെ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് മൈനസ് കെ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് ആണ്. അപ്പോൾ എ സൈൻ ബി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് കെ സൈൻ ഒമേഗ എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. അപ്പോൾ മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. ഓക്കെ, ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to infinity. ലിമിറ്റ് 0 to infinity. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/π അതുപോലെ തന്നെ ഇട്ടേക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റി ഇവിടെ പോകുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാവും. അപ്പോൾ ആ ഹോൾ ടേം എന്താവും? 0 ആവും. ഓക്കെ, സോ 0 മൈനസ്. ഇനി അടുത്തത് ഇ റേസ് ടു 0 എന്താണ്? ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ ഈ 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു 0 ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു. അടുത്തതിന് ശ്രദ്ധിക്കുക, ഈ 0 ഇനി എക്സിലോട്ട് പോകും അല്ലേ? അപ്പോൾ സൈൻ 0 എന്നാവും. ഈ 0 എക്സിലോട്ട് പോകുമ്പോൾ കോസ് 0 എന്നാവും അല്ലേ? സോ മൈനസ് കെ സൈൻ 0 മൈനസ് ഒമേഗ കോസ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ നമുക്കിനി ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു 0 നമുക്കറിയാം 1 ആണ്, സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. സോ നമുക്ക് റീറൈറ്റ് ചെയ്യാം. 2/π ഇൻറ്റു 0 മൈനസ് 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കെ ഇൻറ്റു 0. മൈനസ് കെ ഇൻറ്റു 0 0 ആണ്, മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 1 ആണ് അല്ലേ? ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 2/π ഇൻറ്റു ഓക്കെ, ഈ പാർട്ട് കംപ്ലീറ്റ്ലി 0 ആവും. ഓക്കെ, സോ ഈ മൈനസും കൂടെ ചേരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും അല്ലേ? സോ 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ
ഇൻറ്റു ഒമേഗ ഇൻറ്റു 1 എന്താണ്? ഒമേഗയാണ്. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2/π ഇൻറ്റു ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ബി ഓഫ് ഒമേഗ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ആൻസറിൻ്റെ നമ്മൾ അടുത്തെത്താറായി. ഓക്കെ, സോ നമ്മൾ ബി ഓഫ് ഒമേഗ കണ്ടെത്തി. സോ ബി ഓഫ് ഒമേഗ കണ്ടെത്തിയെങ്കിൽ സ്റ്റെപ്പ് 2 എന്താണ്? എഫ് ഓഫ് എക്സ് കണ്ടെത്തുക എന്നാണ്. അതായത് ഈ കേസ്, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടെത്തുക എന്നാണ്. സോ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഇൻ്റഗ്രൽ 0 to ∞ ഉണ്ടല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to ∞, ഇവിടെ ആരില്ല? എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഇല്ല. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ശരിയല്ലേ? ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to ∞, ബി ഒമേഗ എന്താണ്? 2/π ഇൻറ്റു ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ശരിയാണോ എന്നൂടെ നോക്കാം. ബി ഒമേഗ എന്താണ്? ബി ഒമേഗ 2/π ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. 2/π ഇൻറ്റു ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഡി ഒമേഗ. ഓക്കെ, സോ നിങ്ങളോട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട്? ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഡി ഒമേഗ ഡി ഒമേഗ. പക്ഷെ ആരില്ല? π/2 ഇൻറ്റു e⁻−kx ഇല്ല. പക്ഷേ 2/π ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ ഈ ഒരു പാർട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഈ പാർട്ട് എഫ് ഓഫ് എക്സിന് കൊടുക്കുക. ഓക്കെ, സോ എങ്ങനെ എഴുതാം? ഈ 2/π എഫ് ഓഫ് എക്സിൻ്റെ അവിടെ പോകുമ്പോൾ π/2 ആവും അല്ലേ. സോ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to ∞ ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൾ ടു π/2 ഇൻറ്റു. ഓൾറെഡി നമ്മൾ എഫ് ഓഫ് എക്സ് എന്തെന്നും പറഞ്ഞാണ് ഇത്രയും ചെയ്തത്? എഫ് ഓഫ് എക്സ് e⁻−kx എന്നും പറഞ്ഞാണ് നമ്മൾ ഈ പ്രോബ്ലം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ ഷോ ദാറ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to ∞ ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഇസ് ഈക്വൾ ടു π/2 ഇൻറ്റു e⁻−kx.